അതിനെ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, ആ ഒരു സന്തോഷത്തോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡിന് തന്നെ നമുക്ക് കുറേ ചാനൽസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽസ് തന്നെ. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ക്ലിക്കാവും, ആ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ നമ്മൾ പറയാൻ വെച്ചാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് പാസ്റ്റ് ട്രോമാസിൻ്റെ കാര്യമാണ്. അതായത് ആക്സസ് ബാറിലേക്ക് വന്നപ്പോഴാണോ ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള താങ്കൾക്ക് ധാരണ വന്നത്, അല്ലെങ്കിൽ ഈ പാസ്റ്റ് ട്രോമാസുമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരോട് താങ്കൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആക്സസ് ബാർ വഴി അവരെങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത്? അതായത് പാസ്റ്റ് ലൈഫ് ട്രോമാസ് എന്ന് പറയുന്നത് തന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മുജ്ജന്മത്തിലെ ഇത് കർമ്മ കോൺഷ്യസ്നസ് എന്ന് പറയും. അതായത് ചില നമ്മൾ ജ്യോത്സ്യന്മാരൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുജ്ജന്മത്തിലെ കർമ്മ, നമ്മൾ ഓൾറെഡി നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തന്നെ കർമ്മ കോൺഷ്യസ് ഒന്നാവാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന വിചാര ചിന്തകളാണ് നമ്മുടെ ക്യാരക്ടറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടി അവൻ്റെ യൗവനകാലത്തിലേക്കൊക്കെ അടുത്തുമ്പം, അതായത് അവൻ വീട്ടിൽ കാണുന്ന അവസ്ഥകൾ സാമ്പത്തികമായിരിക്കാം, മാനസികമായിരിക്കാം, ആത്മീയ ലെവലായിരിക്കും, അങ്ങനെ പല പല കാരണങ്ങളുണ്ടായിരിക്കാം ഇവൻ്റെ ജീവിതത്തിൽ ഇവനെ ട്രിഗർ ചെയ്യുന്നൊരു സംഭവം. ശരിയല്ലേ? നമ്മൾ ചിലർക്ക് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്ന ഒരാൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ടൂർ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് മാനസിക സംഘർഷം ഉണ്ടായിട്ട് പെട്ടെന്ന് അവരങ്ങ് ഡൗൺ ആയി പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കൺട്രോൾ മറ്റൊരു വ്യക്തിയിലോ മറ്റൊരു സാഹചര്യത്തിലോ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് ഔട്ട്സൈഡ് ഫോഴ്സ് എന്ന് പറയും, ഔട്ട്സൈഡ് ആയിട്ടുള്ള എനർജികൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ട്രോമാസിനെ, ഈ പാസ്റ്റ് ലൈഫ് ട്രോമാസിനെ, അല്ലെങ്കിൽ നമ്മളിപ്പം ഈ നിമിഷം വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് ചാടുവാനായിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കണം, നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും പ്രാപ്തമാക്കണം. അത് പ്രാപ്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല, അതായത് ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ചെളി പറ്റിയാണെങ്കിൽ ചെറിയൊരു ബിംബാറിട്ട് തൂക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ദെൻ അടുത്ത സാധനമാണെങ്കിൽ ചില കട്ടിയുള്ള രീതിയിൽ അല്ലെ 2-3 ദിവസം നമ്മൾ ചിലപ്പം അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് 3 ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഈ പറയുന്ന ട്രോമാസ് എല്ലാം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകും. അതുപോലെ തന്നെ പാസ്റ്റ് ട്രോമാസ് ആണ് ഇപ്പോഴത്തെ പ്രശ്നം എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മിക്കവരും ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയും. ഇപ്പം ആക്ച്വലി എൻ്റെ ജാതകം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ജാതകത്തിനകത്ത് അങ്ങനെ എഴുതിയേക്കുന്നത്. പക്ഷേ ഞാനിന്ന് ഫേമസ് ആയതും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്തപ്പോഴാണല്ലോ ഞാൻ ആക്സസ് പഠിച്ചത്, നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അപ്പം ഞാൻ ആക്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 7.5 ശനിയോ അങ്ങനെ എങ്ങാണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ സമയത്താണ് ഞാൻ ഭാരത സർക്കാരിൻ്റെ നാഷണൽ അവാർഡ് എനിക്ക് ലഭിക്കുന്നത്. ഇന്ന് അത്യാവശ്യം മാഡത്തിന് തന്നെ അറിയാമല്ലോ, അത്യാവശ്യം ഇന്ന് ഔട്ട്സൈഡ് കൺട്രീസിൽ നിന്നുള്ള പല ആൾക്കാരും എൻ്റെ ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരെ മറിച്ച് ഞാൻ എൻ്റെ ജാതകത്തിൻ്റെ പ്രശ്നമാണ്, ഈ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടും ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ പോയേനെ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും പ്രേക്ഷകർ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും സർവശക്തനായ തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തെ മാറ്റാനായിട്ട് നമ്മൾ പല മൊഡ്യൂളുകൾ നോക്കിയിട്ട് നടക്കാതെ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ട്രോമാസ്, നമ്മുടെ പാസ്റ്റ് ലൈഫ് ട്രോമാസ് നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോഴേ ഉള്ളൂ എന്തുണ്ടാകത്തുള്ളൂ, നമുക്കവിടെ ഒരു സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ 3 ദിവസം നമ്മൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും. ആ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ല പാസ്റ്റ് ലൈഫ് ട്രോമാസ് മാറും. അതാണ് യാഥാർത്ഥ്യം. ഇത് അനുഭവമാണ്, സത്യമാണ്. ഈ താങ്കളുടെ അടുത്ത് പഠിക്കാൻ വന്നവർക്കൊക്കെ ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? അവരെന്താണ് താങ്കളോട് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത്? അതായത് ഫീഡ്ബാക്കിൻ്റെ ഏറ്റവും വലിയ ഇതെന്നാണെന്നറിയോ, ഇനി എന്ത് കാര്യത്തിൽ വന്നവരാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ ട്രോമാസ് മാറ്റാതെ ഞാൻ അടുത്തയിലേക്ക് കടത്തി വിടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രോമാസും ആ ചിന്തകളും ആരിൽ നിന്ന് വന്ന ആ ചിന്തകളാണ് അത് നമ്മളിൽ നിന്നും പടിയടച്ച് പിണം വെക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അതിനെ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാതെ നമ്മളിലേക്ക് അബാണ്ടൻസ്, സമൃദ്ധി ആകർഷിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സാമ്പത്തികമായി അതിരൂക്ഷമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. സാമ്പത്തികമായിട്ടുള്ള അല്ലെ ബിസിനസ്സിലായിക്കോട്ടെ, ഏത് അവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും രൂക്ഷമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾ മാനിഫെക്റ്റ് ചെയ്യുകയാണ്,
സി എനിക്ക് 1 കോടി രൂപ എൻ്റെ കയ്യിലുണ്ട്, സി ആകാശത്തിൽ നിന്നും കേട്ടിട്ടില്ലേ, ആകാശത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്നും ഞാൻ ഇങ്ങനെ പണം എല്ലാവർക്കും വിതറുകയാണ്. അവസാനം ഇത് മെഡിറ്റേഷൻ ചെയ്തിട്ട് എഴുന്നേക്കം പറയാണ്, ഇതെങ്ങനെയാണ് സാധിക്കുമോ, ഇതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് തീർന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിന്തകളെ, ഇങ്ങനെയുള്ള അനാവശ്യ തോട്ട് പ്രോസസ്സുകളെ നമ്മളിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ചോദിച്ചു നമുക്ക് പ്രപഞ്ചം തരും. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഈ പറഞ്ഞ 1 കോടി രൂപയോ അല്ലെങ്കിൽ കടം തീർക്കാനുള്ള പൈസയൊക്കെ നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റ് ഒരു 10 രൂപ 1000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റുള്ള ഞാൻ അംബാനിയെ പോലെയോ അതല്ലെങ്കിൽ കോടീശ്വരൻ്റെ മൈൻഡ് സെറ്റോ ആക്കാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് സാധിക്കില്ല. ആദ്യമേ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മൈൻഡ് സെറ്റ് ഈ പറയുന്ന 1000 അല്ലെങ്കിൽ 10,000 നിന്നും എൻ്റെ മൈൻഡ് സെറ്റിനെ ഈ പറയുന്ന 1,00,000 ആക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പണത്തെക്കുറിച്ചുള്ള എൻ്റെ തെറ്റായ ധാരണകളും തെറ്റായ ചിന്തകളും എന്നിൽ നിന്ന് മാറണം. ശരിയാണല്ലോ. ഈ പണത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റായ വിചാരം എന്താണ്? എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഇത്രയും സാധിക്കത്തുള്ളൂ. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഈ സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. സാമ്പത്തികനെ കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ചില വ്യക്തികൾ പണമുള്ളവരെ എപ്പോഴും പുച്ഛിക്കുകയും പണമുള്ളവരെ എപ്പോഴും അധിക്ഷേപിക്കുകയും പണമുള്ളവരെ എപ്പോഴും, അതായത് അവന് വേറെ തെറ്റായ ധാരണയിൽ ഇതോടെയാണ് പണം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. ശരിയായ രീതിയിലായിരിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റായ മെസ്സേജസുകളാണ് ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മളിലേക്കും എന്തേ സംഭവിക്കത്തുള്ളൂ? തഥാസ്തു എന്ന് പറയും. അതാണ് ഈ തമ്പുരാന്മാരൊക്കെ തഥാസ്തു എന്ന് പറയുന്നതിന് കാരണം നീ എന്താണോ ഉള്ളിൽ കരുതുന്നത് അതായിട്ട് മാറും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ചില അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ചെന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണേ എന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിനേക്കാളും വലിയ ഇഷ്യൂ ആയിരിക്കും ഇവർക്ക് വരുന്നത്. എന്നിട്ട് പാവം അവിടെ ഇരിക്കുന്ന ദൈവങ്ങളെയും അവിടുത്തെ എനർജികളെയും ഇവർ കുറ്റപ്പെടുത്തും. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പം നമുക്ക് ഒരു 10 രൂപ കാശാണെങ്കിലും കിട്ടിയെങ്കിൽ പോലും ഈ 10 രൂപ കാശ് കിട്ടിയെങ്കിലും ഇതിനേക്കാളും കൂടുതൽ പൈസ എനിക്ക് കിട്ടാൻ എന്താണെന്ന് ചോദിക്കണം. എൻ്റെ ഒരു 10 രൂപ വന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുക, സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കുക. പലർക്കും പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ പണം വരുമ്പോൾ സന്തോഷമാണ്, പക്ഷെ പണം കൊടുക്കുമ്പോൾ സന്തോഷം ഇല്ല. കാരണം പണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചക്രമാണെന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും ഒരിക്കലും പണം ഒരിടത്ത് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയില്ല. അതിനെ എന്ത് ചെയ്യണം? അതിനെ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്ടായിരിക്കണം? ആ ഒരു സന്തോഷത്തോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡിന് തന്നെ നമുക്ക് കുറേ ചാനൽസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽസ് തന്നെ. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ക്ലിക്കാവും. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ നമ്മൾ പറയാൻ വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ, ഇപ്പോൾ നമ്മൾ അസുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു ICUവിൽ കിടക്കുന്ന ആളെങ്കിൽ ഈ ശ്വസിക്കുന്ന വായുവിന് കാശ് കൊടുക്കണ്ടേ? അപ്പം നമുക്ക് തരുന്ന ഓരോ വായുവിനും നമുക്ക് കണ്ണിന് കാഴ്ച തന്നതിനും അങ്ങനെ ഓരോന്നിനും നമ്മൾ നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതം സമൃദ്ധമാകും. നമ്മളിപ്പം പറഞ്ഞില്ലേ 10 രൂപ കിട്ടി അതിന് നന്ദി പറയുക, ഇനി ഇതിനേക്കാളും കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇനിയും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. പക്ഷെ അതൊരു അത്യാഗ്രഹമായി പോകും അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലല്ലോ. കാരണം അത് തെറ്റായ ധാരണയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ടാണ് ജന്മം എടുത്തേക്കുന്നത് അല്ലേ? ഈ തെറ്റിദ്ധാരണകളാണ് നമ്മളിൽ നിന്ന് മാറേണ്ടത്. നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ട എന്താ? പണമാണ്. പണം ഇല്ലാത്തവൻ പിണമെന്നല്ലേ പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്. പണമില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പണത്തിനെ മോശമായ രീതിയിൽ ചിന്തിക്കുകയും മോശമായ രീതിയിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ ഒരിക്കലും പണം നിൽക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊരു അത്യാഗ്രഹമല്ല, ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഒരു യാത്ര പോകണം, പൈസ വേണ്ടേ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, പൈസ വേണ്ടേ? അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം തരാനൊരു പ്രപഞ്ചം സന്നദ്ധമാണ്. വേർഡ്ലി ലൈഫായിട്ട് അല്ലെങ്കിൽ ഇത് എൻ്റെ ആത്മീയമായ ജീവിതത്തിന് പറ്റിയതല്ല, അല്ലെങ്കിൽ ഇതൊരു ഒരു വേർഡ്ലി ലൈഫാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ശരിയാവുമോ എന്നൊക്കെ ചിന്തിച്ച് പോവുകയെ നമ്മൾ ചില സമയങ്ങളിൽ. നമ്മളെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹോളി ആവാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു കാര്യം കൂടെ പണത്തിനുണ്ട്. ഇപ്പം ഭക്ഷണമാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് കഴിഞ്ഞാൽ വേണ്ട.
പക്ഷെ ആ പണം എത്ര കിട്ടിയാലും മതിയാവത്തില്ല. അതല്ല അതിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അയാൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അയാൾ ആ ബിസിനസ് ആ ലെവലിൽ തന്നെ നിൽക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്, എക്സ്പാൻഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഒരാൾ ഒരു ടീച്ചറായിട്ട് ഒരാൾ ജോലിക്ക് കയറുകയാണെങ്കിൽ ആ ടീച്ചറാകുന്ന ആൾ ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്യാനാണ് ഇരിക്കുന്നത്. അവർക്കൊരു ഹെഡ് മിസ്ട്രസ് ആയിട്ടായാലും റിട്ടയർ ആകണമെന്ന് ആഗ്രഹമായിരിക്കത്തില്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പണത്തിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് മറ്റൊരുത്തരെ ദ്രോഹിച്ചുകൊണ്ടോ മറ്റൊരുത്തരെ പിണകിക്കൊണ്ടോ മറ്റൊരുത്തരുടെ ശാപം മേടിച്ചുകൊണ്ടോ നമ്മൾ പണത്തെ അട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പണം നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് പ്രപഞ്ചത്തോട് ചോദിക്കാം. പണം നമുക്ക് സമൃദ്ധമായി കിട്ടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ അത്യാഗ്രഹികളാകാതിരുന്ന വെച്ചാൽ മതി. അത്യാഗ്രഹം എന്ന് കഴിഞ്ഞാൽ ഇപ്പം എനിക്കിത് ഇപ്പം തന്നെ നാളെ റോട്ടറി അടിക്കണം എന്നുവെച്ചാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ, ഈ ആക്സസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേണം ചോദിച്ചതിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തിലേക്ക് പണം വരുവാനായിട്ടും നമ്മുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാനുമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഊർജ്ജങ്ങളും സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ ഒരു കരിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കരിയർ ചേഞ്ച് ചെയ്യാനുള്ള വ്യക്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റും. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സാകാനായിട്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പണത്തിൻ്റെ ഈ സ്റ്റക്കായി നിൽക്കുന്ന നിമിഷത്തിൽ നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റും ആക്സസിനകത്തുണ്ട്. അതാണ് എല്ലാവരും. പക്ഷേ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെയാണ് ഈ പ്രാർത്ഥനയും. നമ്മൾ പല കാര്യങ്ങൾ ഉരുവിട്ട് അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുക, തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും ചൊല്ലുക. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക. അത് തന്നെ ശരിയാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം ഞാൻ വേദമന്ത്രങ്ങളായിക്കോട്ടെ, അറബിക്ക് ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വേദപുസ്തകത്തിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ യൂണിവേഴ്സൽ എനർജിയാണ്. അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ആ എനർജി ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ സത്യം എന്ന് കഴിഞ്ഞാൽ ചിലർക്ക് അർത്ഥം പോലും അറിയാതെ തന്നെ ആ മന്ത്രാസ് ഉരുവിടുമ്പം തന്നെ അവരിലേക്ക് ഒരു പരിവർത്തനം നടത്തുന്നുണ്ട്. ഇതിനകത്ത് ചില വാക്കുകൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും നോക്കിയാൽ പോലും കാണാൻ മേലാത്ത അർത്ഥമില്ലാത്ത വാക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷേ ഇത് പറയുമ്പോഴത്തെ നമ്മളിലുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എപ്പോഴും വേണ്ട എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ആദ്യത്തെ പരിവർത്തനം നമ്മളിൽ നടത്തണം. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഞ്ജന മാഡം എനിക്ക് അനുകൂലമായി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ഒരു ഓഫീസറാണ് അങ്ങെങ്കിൽ അങ്ങയിൽ നിന്നുള്ള ഒരു ഫേവർ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങ് എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങണം. അല്ല അങ്ങ് എനിക്ക് ഒരു അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങ് എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ഇത് എന്ന് വെച്ചാൽ ഒരു ഓഫീസറാണെങ്കിൽ ഓഫീസർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാഫായി ഞാൻ മാറണം. എന്നാലല്ലേ ഉള്ളൂ എനിക്ക് ഇഷ്ടം തോന്നത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പം ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അതായത് നമ്മൾ ജോലിയും ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ്സും പറയണം. അത് തന്നെ സംഭവിച്ചോളൂ, കഠിനാധ്വാനം ചെയ്യണം. അതായത് ഒരു നോർമൽ ലൈഫിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ചുമ്മാ ഇങ്ങനെ ചെയ്തു പോകുന്ന അയാൾക്കൊരു അതായത് ഒരു പോയിന്റ് ഇല്ല. നമുക്കൊരു പോയിന്റ് വേണമല്ലോ, ഒരു സക്സസ്സിന് ഒരു പോയിന്റ് വേണമല്ലോ. പക്ഷേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോകുന്ന ആൾക്ക് എന്ത് പറ്റും ഗുണം എന്നറിയാമോ? അവർക്ക് ആ പോയിന്റിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. സാഹചര്യം സൃഷ്ടിക്കുക പറഞ്ഞാൽ ഇപ്പം ചിലർ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി നമ്മളിത് കുറേ പറയുമ്പം തന്നെ നമ്മളിലേക്ക് ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിന്. ഏകദേശം 1 കോടി രൂപ അടുത്ത് ലൈബിലിറ്റി ആയിട്ടുള്ള ഭയങ്കര ഇഷ്യൂസ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. ക്ലാസ്സിന് വന്ന് പുള്ളിക്കാരത്തിയോട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി കൃത്യമായിട്ട് വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ്. കാരണം വെച്ചാൽ ആവശ്യക്കാരന് എന്ത് വേണം, നമ്മൾ അതിനകത്ത് ടൈമോ അതോ ഇതോ നോക്കി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് നമ്മളത് ടൈം കണ്ടെത്തി എഴുതി. മാഡം സർവേശ്വരൻ ശക്തിയായിട്ട് ഞാൻ പറയുകയാണ്, ഇവരുടെ റിലേറ്റീവ് ഇവരെ വിളിച്ചിട്ട് ഇവരോട് ചോദിച്ചു എന്താ ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ദുബായിൽ നിന്ന് 25 ലക്ഷം രൂപ പുള്ളിക്കാരത്തേക്ക് പേയ്മെൻറ്റ് അയച്ചു കൊടുത്ത് ആ ഇഷ്യൂസ് സോൾവായി, ഏകദേശമൊക്കെ സോൾവായി. ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എറണാകുളത്ത് സാരി ബിസിനസ്സിൻ്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുക. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ചിന്താഗതിയെ മാറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ പണത്തെക്കുറിച്ചായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ കുറിച്ചായിക്കോട്ടെ, ആരോഗ്യത്തെക്കുറിച്ചായിട്ട് എന്തും ആയിക്കോട്ടെ, എന്താണെന്ന് ആ ചിന്താഗതി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള ആ ചിന്താഗതി നമുക്ക് മാറുമ്പം
നമ്മളിലേക്ക് അബാണ്ടൻസിനെ നമ്മൾ അട്രാക്ട് ചെയ്യും. ഇതാണ് ആക്സസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ആക്സസ് കോൺഷ്യസ്നസ്, ബോധതലത്തിലേക്ക് എഴുതുക. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നുകൊണ്ടുതന്നെ ഇവനെ എപ്പോഴും ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ, ഞാൻ ഹിന്ദുക്കളുടെ ഇതിൽ പറയുകയാണ്, കഥ പെട്ടെന്ന് മനസ്സിലാക്കാനുണ്ട്. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മം എടുത്തത്. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ അനുഭവിച്ച എല്ലാ യാതനകളും അദ്ദേഹം അനുഭവിച്ചത്. അപ്പം ഈ നമ്മളെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഈ ഭൂമിയിലെ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ തയ്യാറായി തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചില ദിവസം നല്ല കാര്യങ്ങൾ നടക്കും, ചില ദിവസം മോശകാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മുടെ നല്ല കാര്യങ്ങളെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് മോശകാര്യങ്ങളെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുമ്പം പിറ്റേ ദിവസം മോശകാര്യമായിരിക്കും സംഭവിക്കുന്നത്. അപ്പം നാളെ നമുക്ക് തരാനുള്ള ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ ആക്സസ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് നമ്മൾ ആക്സസിലൂടെ പഠിക്കുന്നത്. അല്ലാതെ പ്രശ്നം വരികയെന്നല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. കാരണം അതാ ഞാൻ പറഞ്ഞ മജ്ജയും മാംസമുള്ള മനുഷ്യനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തവരാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മുടെ സക്സസ്സിലേക്ക് എത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടൂൾസും ടെക്നിക്സുമാണ് ആക്സസ്. ഈ ആക്സസ് ബാർ ഇപ്പം ബേസിക് ആയിട്ടുള്ള ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി ഒരാൾക്ക് ജീവിച്ചു പോകാൻ. മുകളിലേക്കുള്ള ഒരുപാട് കോഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. അവരോട് താല്പര്യമാണ് മുകളിലോട്ട് പഠിക്കണം, ഇനി എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളതാണ്. പക്ഷെ അവർ ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം മൊത്തം വളരെ ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിനകത്ത് ഇനി വേറൊരു ബ്യൂട്ടി ഞാൻ പറഞ്ഞു. ആക്സസ് കോൺഷ്യസ്നസിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാണത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു അറിവ് ഇപ്പം അഞ്ജന മാഡത്തിൻ്റെ ഇന്ന് ഞാനൊരു അറിവ് പഠിക്കുകയാണ്. അപ്പോൾ അഞ്ജന മാഡം എൻ്റെ ആരായിരിക്കും? എൻ്റെ ഒരു ഗുരുവായിരിക്കും അല്ലേ? ഈ ഗുരുവിനെ എനിക്ക് പിന്നെ പഠിപ്പിക്കാൻ പറ്റും, എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? ആക്സസിൽ ഇത് പറ്റും. ആക്സസിൽ കൃത്യമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മളിതാ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു LKG UKG പഠിപ്പിച്ച ഒരു സാറിനെ നമുക്ക് വീണ്ടും ചെന്നവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്സസിൻ്റെ നിരവധി കോഴ്സുകളുണ്ട്. ഇപ്പോൾ അഞ്ജനാമാടം എൻ്റെ അടുക്ക വന്ന് പഠിച്ചതിന് ശേഷം അതിനുശേഷം അഞ്ജനമാടം എന്നെക്കാളും ഹയർ ലെവലിലേക്ക് ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഞാൻ നാളെ അഞ്ജനമാടത്തിൻ്റെ അടുക്ക വന്ന് പഠിക്കണം. ഇതാണ് ആക്സസിൻ്റെ പ്രത്യേകത. മറ്റു ബാക്കി ഏത് കാറ്റഗറിയുള്ള മൊഡ്യൂൾസുകൾ നിങ്ങൾ ചെക്ക് ചെയ്തോ മുമ്പേ പറഞ്ഞ ഉത്തരം തെറ്റായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റത്തില്ല. കാര്യം ആ ഗുരുവായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. മനസ്സിലായില്ലേ? ഗുരുവിന് എപ്പോഴും ആ ഒരു പവർ ഇങ്ങനെ വെച്ചിരിക്കുക. പക്ഷേ ഇവിടെ കണ്ടുമുട്ടുന്നവരേ ഉള്ളൂ. ഇവിടെ കണ്ടുമുട്ടുന്നില്ല. കാരണം ഇപ്പം എന്നെക്കാളും എഫിഷ്യൻസിയും കഴിവും കപ്പാസിറ്റി ഒരാളാണ് എൻ്റെ അടുക്ക വന്ന് പഠിക്കുന്നതെങ്കിൽ അയാൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ഹയർ ലെവൽ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്കിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഞാൻ നല്ല പഠിക്കേണ്ട വരും. മനസ്സിലായില്ലേ? അപ്പം ആക്സസിനകത്ത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും വി ഓൾ ആർ ആൻ ഇൻഫിനിറ്റി ബീയിങ് ആണ്. നമ്മളിലെല്ലാം അസാമാന്യ കഴിവുകളുണ്ട്. അത് ആരാണ് എത്രത്തോളം തുടച്ച് വൃത്തിയാക്കി പരിപൂർണമാക്കി കൊണ്ടുവരുന്നത് അവരുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും. അതാണ് യാഥാർത്ഥ്യം. അപ്പം താങ്കളും 2-3 പേരെ അടുത്തുനിന്നായിരിക്കുമല്ലോ പഠിച്ചിരിക്കുന്നത് ആക്സസ് ബാർ. അപ്പം ഈ 3-4 വ്യക്തികളിൽ നിന്ന് പഠിക്കുമ്പോഴും അത് ഓരോരോ വ്യത്യസ്തമായ അനുഭവമായിട്ടാണോ വന്നിട്ടുള്ളത്? കണ്ടന്റുകളൊക്കെ ഒന്ന് തന്നെയായിരിക്കും. കണ്ടന്റ് ഇപ്പോൾ ഉദാഹരണം ഇതിൻ്റെ നോട്ട്സുകളെല്ലാം ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. അതായത് ഈ നോട്ട്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരാൾക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലാണ് അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെയാണ് ഒരു ആക്സസ് ഫെസിലിറ്റേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എൻ്റെ ഇതിൽ ഞാനത് 100% ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. ഒരാളൊരു പ്രശ്നം കൊണ്ട് വരികയാണെങ്കിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരുടെ പ്രശ്നത്തിനുള്ള കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആക്സസിൻ്റെ നോട്ട്സിനകത്തുണ്ട്. 58 പേജിൻ്റെ നോട്ട്സിനകത്ത് അതിനകത്ത് ഏത് അവസ്ഥകളെയും നമുക്ക് മറികടക്കാൻ പറ്റുന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആക്സസിനകത്തുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പലരും ഫേസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പം ഒന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ ഒരുപാട് പേരെ കാണുമ്പോൾ ചിലർ വളരെയധികം മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം പലപ്പോഴും തോന്നിയിട്ട് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ ഒക്കുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം പലരും പിന്നോട്ട് മാറുന്ന കഴിവിലായിട്ടല്ല, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാഞ്ഞിട്ടായിരിക്കും അവർ മുന്നേക്ക് വരാത്തത്. അപ്പോൾ അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. അതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കോൺഫിഡൻസ് ലെവൽ ഉയർന്നാൽ തന്നെ ഒരുപാട് പേര് മുന്നോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വീട് കിടക്കുന്നിടത്തുനിന്ന് എണീറ്റ് അവർക്ക് മുന്നോട്ട് വരാൻ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ അത് തെളിയിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടാവും. അങ്ങനെ ഒരു പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റുമോ?
പറയാനായിട്ട് അത് ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോസസ്സ് ഉണ്ട് നമുക്ക്. അതായത് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രോമാസ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, ഈ ട്രോമാസിനെ മാറ്റാതെ നമ്മുടെ പാസ്റ്റ് ലൈഫ് ട്രോമാസിനെ നമ്മുടെ ഉള്ളിലുള്ളായിരിക്കുന്ന നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ ചിന്തകളെയും ഈ നമ്മളിലുണ്ടാകുന്ന പ്രവൃത്തികൾ മൂലം ഉണ്ടായി. ഉദാഹരണം ഞാൻ നമ്മൾ മജ്ജമാംസമുള്ള മനുഷ്യരാണ്, നമ്മൾ ഇടപെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നോ പറയേണ്ടത് വരാം, ചിലരോട് നമ്മൾ കയർത്ത് സംസാരിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മളിപ്പോൾ ഉദാഹരണം മലയാള ഭാഷ പറയുകയാണെങ്കിൽ പ്രാക്കെന്നൊക്കെ പറയത്തില്ലേ, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രാകാറില്ലേ ഉണ്ട്. അപ്പോൾ അതുപോലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് യാഥാർത്ഥ്യത എനർജറ്റിക്കലി. അപ്പോൾ അതങ്ങനെ യാഥാർത്ഥ്യം അങ്ങനെ വരുന്നതിനെയും നമ്മൾ മാറ്റാറുണ്ട്. അതിനാണ് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയി കഴിയുമ്പം നമ്മുടെ ഈ പറയുന്ന ചേഞ്ചസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എപ്പോഴും വേണ്ടത് ഞാൻ പരിവർത്തനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അത് നമ്മൾ ജോസഫ് മുർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് തന്നെ വളരെ വളരെ ഡീറ്റെയിൽഡായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണെന്നും ആക്ച്വലി നമ്മുടെ ശക്തി എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഷ്യൂ, ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു ഇഷ്യൂസിനെ ഫേസ് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ അവർ ആ സ്റ്റക്കായി നിൽക്കുന്ന ഇഷ്യൂ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം മേടിച്ച് വായിക്കണം ആദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഒരു ഐഡിയ കിട്ടുവാണെന്ന് വിചാരിക്കുക. അതിനുശേഷം അവർക്ക് അതിന് ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ അവർ കണ്ടെത്തുക. അതായത് അവർക്ക് അതിൽ നിന്നും മറികടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കാരണം ഇപ്പോൾ പുസ്തകങ്ങൾ ഒരുപാട് ടെക്സ്റ്റുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതും സജസ്റ്റ് ചെയ്യാറുണ്ടോ ഈ പഠിക്കാൻ വരുന്നവരോട്? അല്ല, ഞാൻ വായിക്കാൻ പറയും. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ മേടിക്കാൻ പറയും. അതായത് വായിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഞാനിപ്പോൾ ജോസഫ് മുർഫിയുടെയൊക്കെ പുസ്തകത്തിൻ്റെ കാര്യം പറയും. അപ്പോൾ അങ്ങനത്തെ കുറേ ടെക്സ്റ്റുകളൊക്കെ വായിക്കുമ്പോഴത്തേനും ആക്ച്വലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കുണ്ടായ പവർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ശക്തി അറിയാൻ മേലെന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് നമ്മുടെ ശക്തിയെ നമ്മൾ ഇതുവരെ അറിയുന്നില്ല. നമ്മൾ ഇഷ്യൂസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മാഡം, ഞാൻ ആക്സസിലേക്ക് വരുന്നത് ഇപ്പം അറിയാമല്ലോ, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആക്സസിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഞാൻ പറയില്ല, ഈയുടെ ശനി അതിൻ്റെ ശനിയൊക്കെ വന്നിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് വളരെ വളരെ മോശമായൊരു അവസ്ഥയിൽ എൻ്റെ ബിസിനസ് നിന്ന സമയത്ത് എന്നെ ഒരുപാട് പേര് പറ്റിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ആ പറ്റിച്ചുകൊണ്ട് പോയ സമയത്ത് ഞാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയ ശേഷം എൻ്റെ പൈസ പോയതല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്സസ് പഠിച്ചു. ഞാനും എൻ്റെ വൈഫും പഠിച്ചു. ഞങ്ങൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് മാഡത്തിന് അറിയാമല്ലോ, ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ബിസിനസ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ ബിസിനസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്താഗതി ഞാൻ മാറ്റിയപ്പോഴാണ് വന്നത്. നേരെ മറിച്ച് ഞാൻ ആ സമയത്ത് ചിന്തിക്കുകയായിരുന്നു, എൻ്റെ സമയം മോശമാണ്, എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല, എനിക്ക് കഴിവില്ല, അതുകൊണ്ട് ഏഴരശനി മാറട്ടെ, കണ്ടകശനി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കാനുള്ളവർ കൊടുക്കാതിരിക്കാൻ പറ്റും. എനിക്ക് തരാനുള്ളവർ തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കാനുള്ളവർ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പുതിയ സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കപ്പെട്ട് സർവശരൻ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാം ചെയ്യും. ഒറ്റ കാര്യം ശ്രദ്ധിച്ചോണ്ടാൽ മതി. പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള അപാരമായ സ്കില്ലോടുകൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. തകർച്ചയുടെ വക്കിലാണെങ്കിൽ ആ തകർച്ചയ്ക്ക് മുന്നിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇരുട്ട് വന്നതിന് ശേഷമാണ് നല്ലൊരു പ്രഭാതം പുലരുന്നത്, അല്ലേ? നല്ലൊരു പ്രഭാതം പുലരുന്നത് എപ്പോഴും നല്ലൊരു ഇരുട്ടിന് ശേഷമാണ് ഒരു പ്രഭാതം. അപ്പം നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ പുറത്ത് ചാടുവാനുള്ള സാമാന്യമായ സ്കില്ല് നമുക്കുണ്ട്. ഈ സ്കില്ലിനെ നമുക്ക് കാണിച്ചു തരുന്ന ടെക്നിക്കും പ്രോസസ്സുമാണ് ആക്സസ് കോൺഷ്യസ്നസ്.